നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മെഡിസെപ്പിൻ്റെ പുതിയ പോളിസി 2 മാസത്തിനുള്ളിൽ ആരംഭിക്കും. അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ ഡാറ്റ എല്ലാം വെരിഫൈ ചെയ്യാൻ പറഞ്ഞൊരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. 23/8/2025 ഇറങ്ങിയ സർക്കുലറാണ്. ജീവനക്കാരുടെയും 2ാം ഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡാറ്റയിൽ ആവശ്യമായ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കൽ, ഒഴിവാക്കലുകൾ എന്നിവ വരുത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ സർക്കുലർ വന്നിട്ടുണ്ട്. നമുക്ക് ഡാറ്റകൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ്. ഇപ്പോൾ ഡാറ്റ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ നമ്മുടെ മെഡിസെപ്പ് ID കാർഡിലേക്ക് ആ ഡാറ്റ കൃത്യമായിട്ട് വരും. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോരായ്മകൾ ഉണ്ടായിരുന്നു. മുൻഘട്ടത്തിൽ കൃത്യത കുറവാണ്, ഡാറ്റയുടെ കൃത്യത കുറവാണ് പ്രധാന കാരണം. അടുത്ത ഘട്ടത്തിൽ ഇത് ഒഴിവാക്കാനായി പെൻഷൻകാർ, നോഡൽ ഓഫീസർമാർ നിർദ്ദേശം കൃത്യമായി പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാർക്കുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. പോളിസി വർഷാരംഭം സർക്കാർ കൈമാറുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ID കാർഡ് ലഭ്യമാക്കുന്നത്. അതായത് നമ്മുടെ പോളിസി തുടങ്ങുന്ന ഒക്ടോബർ മാസമായിരിക്കും പോളിസി തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവർക്ക് ഡാറ്റ കൊടുക്കും. ആ ഡാറ്റ അനുസരിച്ചാണ് ID കാർഡ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ID കാർഡിലെ എല്ലാ ആശ്രിതരുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ജനനതീയതി, ആധാർ കാർഡ് നമ്പർ എന്നിവ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താനായിട്ട് DDOയ്ക്കേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മെഡിസെപ്പ് ഗുണഭോക്താക്കളും മെഡിസെപ്പ് കേരള ഡോട്ട് എന്ന സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസിൽ നമ്മുടെ എംപ്ലോയി പെൻ നമ്പറോ PPO നമ്പർ പെൻഷൻകാർക്ക് അതെല്ലാം കൊടുത്ത് ജനനതീയതി കൊടുത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്താൽ നമ്മുടെ ഡാറ്റ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. ഇത് ഓരോ എംപ്ലോയിയുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ഡാറ്റ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഇനി അത് നമ്മൾ ചെക്ക് ചെയ്തു ഡാറ്റ വെരിഫൈ ചെയ്യാൻ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ, ആശ്രിതരുടെയും വ്യക്തിഗത വിവരങ്ങളിൽ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ നീക്കം ചെയ്യണം. നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഇതിൽ നിന്ന് ഒഴിവാക്കാനുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. പുതിയ ആശ്രിതരെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അപേക്ഷകൾ ജീവനക്കാർ DDOമാർക്ക് 10/9/2025 അതായത് സെപ്റ്റംബർ മാസം 10-ാം തീയതിക്ക് മുമ്പ് നിർബന്ധമായും ഓരോ ജീവനക്കാരനും ഈ മെഡിസെപ്പിൽ സ്റ്റാറ്റസ് വെരിഫൈ ചെയ്ത് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ ഒഴിവാക്കാനുണ്ടെങ്കിലോ കറക്ഷൻ ഉണ്ടെങ്കിലോ 10/9 മുമ്പ് ജീവനക്കാർ DDOയ്ക്കും പെൻഷൻകാർ ട്രഷറി ഓഫീസർക്കും സമർപ്പിക്കേണ്ടതാണ്. ആ സമയപരിധിക്ക് ശേഷം വരുന്ന തിരുത്തലുകൾ മെഡിസെപ്പ് ID കാർഡിൽ വരില്ല. നമ്മുടെ ID കാർഡ് വരുമ്പോൾ പിന്നെ ആ ഡാറ്റ കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് 10/9 മുമ്പ് DDOയ്ക്ക് ഇത് സമർപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഡാറ്റ നൽകി കഴിഞ്ഞാൽ തെറ്റുകൾ തിരുത്തുന്നതിനോ ആശ്രിതനെ പുതുതായി ചേർക്കുന്നതിനോ സാധിക്കുന്നില്ല. 2 കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. പുതുതായി വിവാഹം കഴിയുന്നവർ, നവജാത ശിശുക്കൾ, അവരെ ഒഴികെ മറ്റാരെയും നമുക്ക് ഈ 10-ാം തീയതിക്ക് ശേഷം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒഴിവാക്കാനും ആഡ് ചെയ്യാനും ഉണ്ടെങ്കിൽ 10-ാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മൾ കൊടുക്കണം. ഇതിൽ പറഞ്ഞ നവജാത ശിശുക്കളെ ജനിച്ച് 90 ദിവസത്തിനുള്ളിലും പുതുതായി വിവാഹം കഴിയുന്നവർ പങ്കാളിയുടെ പേര് വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലും മെഡിസെപ്പ് പോർട്ടലിലെ ആശ്രിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. കുട്ടികളെ ജനിച്ച് 90 ദിവസത്തിനുള്ളിലും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പങ്കാളിയെ 1 മാസത്തിനുള്ളിലും ആശ്രിത ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് DDOയ്ക്ക് അപേക്ഷ കൊടുക്കണം. ഈ തിരുത്തലുകൾ വരുത്തി DDO പ്രൊഫൈൽ അപ്ഡേറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ആ പൂർത്തിയായതിനു ശേഷം ഇതിൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം. മെഡിസെപ്പിൻ്റെ നമ്മുടെ ഡാറ്റ കിട്ടുമ്പോൾ ഒത്തു നോക്കണം. ഇത്രയും കാര്യം കൃത്യമായിട്ട് ചെയ്യണം. ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി DDOമാർക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജീവനക്കാർ ഇങ്ങനെ നമുക്ക് ഈ വിവരങ്ങളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഡബിൾ എൻട്രി വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ആധാറിൻ്റെ കൃത്യത പരിശോധിക്കണം. ഒഴിവാക്കേണ്ടവരെ നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കണം. അർഹതപ്പെട്ടവരെ നമ്മളത് ഉൾപ്പെടുത്തുകയും വേണം. 10/9 ലഭിക്കുന്ന അപേക്ഷകൾ 15-ാം തീയതിക്കുള്ളിൽ DDO അല്ലെങ്കിൽ ട്രഷറി ഓഫീസർമാർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ജീവനക്കാർക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി 10/9 DDO ട്രഷറി ഓഫീസർ, അതായത് ജീവനക്കാരുടെ DDO അപ്ഡേറ്റ് ചെയ്യേണ്ടത് 15/9 പെൻഷൻകാരുടെ ട്രഷറി ഓഫീസർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് 15/9. ഈ ഡേറ്റ് എല്ലാവരും ഓർത്തിരിക്കുക. ഓണത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു സർക്കുലറും ഇതിലുള്ള നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. DDOമാർക്കുള്ള അധിക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ആശ്രിതയെ ഒന്നിലധികം മെഡിസെപ്പ് കാർഡുകൾ ഉൾപ്പെടുത്താൻ പാടില്ല. ഒരു ജീവനക്കാരനെ ഒരു മെഡിസെപ്പ് ID മാത്രമേ പാടുള്ളൂ. കൃത്യമായിട്ടുള്ള ഈ സർക്കുലർ എല്ലാവരും വായിച്ചു നോക്കുക. ഈ സർക്കുലർ വായിച്ചു നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് അവരുടെ വിവരങ്ങൾ
വെരിഫൈ ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യണം, പെൻഷൻ ആയവരെ പെൻഷൻ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് DDOമാർ സ്ഥാപനങ്ങളിൽ നിന്ന് വേറെ സ്ഥാപനങ്ങളിലേക്ക് പോയാൽ ആ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ ലോഗിനിൽ നിന്ന് അവരെ നിർബന്ധമായും നമ്മൾ ഈ ഡേറ്റിനുള്ളിൽ മാറ്റണം. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ ID കാർഡ് വരുമ്പോൾ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പലരും ഈ ഒരു DDOമാർ ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവനക്കാർ ട്രാൻസ്ഫർ ആകുമ്പോഴോ റിട്ടയർ ആകുമ്പോഴോ മെഡിസിപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ വളരെ മിസ്സിങ് വരും. നമ്മൾ അടച്ച തുകയും ഇതിൽ വന്ന തുകയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അക്കൗണ്ടിങ്ങിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ലൈവായിട്ട് നമ്മുടെ ഓഫീസിലുള്ളവരുടെ പേര് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർക്കാരോ ഇൻഷുറൻസ് കമ്പനിയോ ആശുപത്രിയോ ഉത്തരവാദിയല്ല, DDO മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുണഭോക്താവിന് ആനുകൂല്യം ലഭ്യമാകാതെ വന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കും. അതുപോലെ തന്നെ മെഡിസിപ്പ് പ്രീമിയം തുക പ്രതിദിന ശമ്പളം നിന്ന് ഈടാക്കുന്ന പ്രീമിയം വിവരങ്ങൾ പ്രൊഫൈലിലെ പേയ്മെന്റ് ഹിസ്റ്ററിയിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും ഗുണഭോക്താവ് ഉറപ്പുവരുത്തും. നമുക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ട് ചെയ്ത് പോയത് അറിയാനായിട്ട് സാധിക്കും. നമുക്കിത് ഈ സർക്കാർ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ്. ഈ ഓണത്തിന്റെ സമയത്ത് ഈ ഒരു തിരക്കിനുള്ളിൽ ആരും വിട്ടുപോകരുത്. അത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മെഡിക്കൽ സൈറ്റിൽ ചെയ്യുക എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മെഡിസിപ്പിന്റെ സൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലെ നോഡൽ ഓഫീസർ DDO പ്ലീസ് കംപ്ലീറ്റ് സ്പാർക്ക് വെരിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ് ഇമ്മീഡിയറ്റ്ലി. അത് പലരും നമുക്ക് ഇത് മെഡിസിപ്പിന്റെ ഡാറ്റ സ്പാർക്കിൽ ഒരു വെരിഫിക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ മെനുവിൽ സ്പാർക്കിൽ വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് പൂർത്തിയാകാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കുന്നതിന് ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കിതിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. നമ്മുടെ സർക്കുലറിൽ ഈ ഒരു സർക്കുലർ 64/25 64/2025 പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റസ് വെരിഫൈ ചെയ്യാനാണ്. നമുക്ക് എങ്ങനെയാണ് ഈ മെഡിസിപ്പിൽ സ്റ്റാറ്റസ് വെരിഫൈ ചെയ്യാൻ നോക്കാം. നമ്മളിതിൽ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി എംപ്ലോയി, റിട്ടയർമെന്റ് ചെയ്ത ആളാണെങ്കിൽ പെൻഷനർ, ജീവനക്കാരനാണെങ്കിൽ എംപ്ലോയി സെലക്ട് ചെയ്യുക. പെൻ നമ്പറോ എംപ്ലോയി ഐഡിയോ കൊടുക്കുക. നമുക്ക് എംപ്ലോയി ID ഉണ്ട്, പെൻ നമ്പർ, നമ്മൾ പെൻ നമ്പർ കൊടുക്കണം. പെൻഷൻകാരാണെങ്കിൽ PPO നമ്പർ കൊടുത്താൽ മതി. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുക ആ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക. അത് എല്ലാ ജീവനക്കാരും, കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ജീവനക്കാരും നിർബന്ധമായും ചെയ്യേണ്ട ഒരു ഇതാണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ മെഡിസിപ്പിൽ പ്രീമിയം അടയ്ക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഈ 10-ാം തീയതിക്ക് മുമ്പ് ഈ ഒരു സംവിധാനം വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്യാപ്ച കൊടുക്കുക. ക്യാപ്ച കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് OTP, നമ്മുടെ മൊബൈൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നമ്മൾ OTP ജനറേറ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ്. മൊബൈലിലേക്ക് OTP വരും. ആ OTP വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വെരിഫിക്കേഷൻ്റെ നമ്മുടെ പേജിലേക്ക് വരുള്ളൂ. ആദ്യം നമ്മൾ കൊടുക്കണം, കാറ്റഗറി കൊടുക്കണം, പെൻ നമ്പർ കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. ജനറേറ്റ് OTP കൊടുക്കണം. നമ്മുടെ മൊബൈലിലേക്ക് OTP അയച്ചതായിട്ടുള്ള മെസ്സേജ് വന്നു. നമ്മുടെ മൊബൈലിൽ SMS വന്നിട്ടുണ്ടാവും. നമ്മൾ SMS വന്ന OTP നമ്പർ ഇവിടെ കൊടുക്കുക. ദെൻ നമുക്ക് സെർച്ച് കൊടുക്കണ്ടേ. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് വന്നു. സ്പാർക്ക് വെരിഫൈഡ് ആണ്. പേര് ഡീറ്റെയിൽസ് എല്ലാം വന്നു. നമ്മുടെ പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂൾ, ഓഫീസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ ഓഫീസ് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഓഫീസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. സ്റ്റാറ്റസ് ലൈവ് ആണെന്ന് നോക്കുക. നമ്മുടെ ഇതിൻ്റെ സ്റ്റാറ്റസ് ലൈവ് ആയിരിക്കണം. ലൈവ് ആണെന്ന് നോക്കുക. വെരിഫൈഡ് ആണ്. പിന്നെ ഡിപ്പെൻഡൻ്റ് ഡീറ്റെയിൽസ് നമുക്ക് വരും. അതുപോലെ ഡിപ്പെൻഡൻ്റ് പേര്, ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, കാര്യങ്ങളെല്ലാം ഇത് കൃത്യമായിട്ട് വരും. ഇവിടെ ഇതിൻ്റെ അൺഎംപ്ലോയിഡ് അൺമാരീഡ് ഡോട്ടർ ബിലോ 25 ആ ഒരു കാറ്റഗറി, ഏതൊക്കെ കാറ്റഗറി എന്ന് കൃത്യമായിട്ട് റിലേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നോൺ പെൻഷനർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലെയിം, ഏതെങ്കിലും ക്ലെയിം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും.
പ്രീമിയം പേയ്മെന്റ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ജൂൺ മാസം വരെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രീമിയം അപ്ഡേറ്റ് ചെയ്ത് ഇത്രയും വിവരങ്ങൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മെഡ് കാർഡ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഈ ഒരു വിവരങ്ങളിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് DDOനെ അറിയിക്കണം. ഏതെങ്കിലും ഡിപ്പെൻഡൻറ്റിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റിനെ ഒഴിവാക്കാനോ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിലോ ഒക്കെ നമ്മളിതിൽ ഒഴിവാക്കാൻ വേണ്ടി DDOയ്ക്ക് അപേക്ഷ, നമുക്ക് തിരുത്താൻ പറ്റില്ല, അത് DDOയ്ക്കാണ് തിരുത്താൻ പറ്റുക. അത് 10-ാം തീയതിക്ക് മുമ്പ് DDOയ്ക്ക് അപേക്ഷ കൊടുക്കുകയും 15-ാം തീയതിക്ക് മുമ്പ് DDO ആ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ജീവനക്കാരും, എല്ലാ ഗവൺമെന്റ് ഈ മെഡിസിപ്പിൽ പ്രീമിയം അടയ്ക്കുന്ന എല്ലാ ജീവനക്കാരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രത്യേകം നമ്മുടെ ഓഫീസൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഓഫീസ് കറന്റ് ഓഫീസ് തന്നെയാണോ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസ് തന്നെയാണോ, നമ്മുടെ സ്റ്റാറ്റസ് ലൈവ് ആണോ എന്നെല്ലാം ശ്രദ്ധിക്കുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ തിരുത്താനുള്ള അവസരമാണ്. പിന്നീട് ഒരു അവസരം ഉണ്ടായിരിക്കില്ല, 10-ാം തീയതിക്ക് ശേഷം അവസരം ഉണ്ടായിരിക്കില്ല. ഇത്രയാണ് എല്ലാ ജീവനക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ജീവനക്കാരെ എന്ന അപേക്ഷ നമുക്ക് ലോഗിൻ ചെയ്തിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുക. അതായത് DDO അല്ലെങ്കിൽ ട്രഷറി ഓഫീസർ ചെയ്യേണ്ടത് ഈ ഒരു ലോഗിൻ മെത്തേഡാണ്. ലോഗിനിലാണ് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യാം. നമുക്ക് ലോഗിൻ ആവുമ്പോൾ നമ്മൾ DDOയ്ക്കുള്ള നിർദ്ദേശം ഇവിടെ കാണിക്കും. കാറ്റഗറി പേയ്മെന്റ് പ്ലാറ്റ്ഫോമിൽ സ്ട്രിക്ട്ലി സ്റ്റാർട്ടിങ് ജൂലൈ 2022 മുതൽ നമുക്ക് പ്രീമിയം ഡീറ്റെയിൽസ് ജൂൺ വരെയുള്ളത് അപ്ഡേറ്റ് ആണ്. കാറ്റഗറി ഇൻഫോ നമ്മൾ ചെയ്യണം. നമ്മളിതിൽ ജീവനക്കാരുടെ ട്രാൻസ്ഫർ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കോ ഒരു സ്ഥാപനത്തിൽ നിന്ന് വേറെ സ്ഥാപനത്തിലേക്കോ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വ്യൂ എംപ്ലോയീസ് എടുത്ത് ഓരോ എംപ്ലോയിനെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഓഫീസ് സെലക്ട് ചെയ്യാം. നമ്മുടെ സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യാം. നമ്മുടെ സ്ഥാപനം സെലക്ട് ചെയ്തു. നമ്മുടെ വെരിഫൈഡ് റിജക്റ്റഡ് ലിസ്റ്റ് ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ ഏതെങ്കിലും ജീവനക്കാർ നമുക്ക് ഈ ഒരു ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. നമുക്കിവിടെ എഡിറ്റ് ഉണ്ട്. താഴെ നമുക്ക് ജൂൺ വരെയുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട്. ഇവിടെ 3-4 ഐക്കൺ ഉണ്ട്. അവൈലബിൾ വിത്ത് സ്പാർക്ക് ഡാറ്റ, എലിജിബിൾ, ഇതൊക്കെ ഇതെല്ലാം ഒരു ക്ലിക്ക് നമുക്ക് കാണാം. നമ്മൾ സ്പാർക്ക് അവൈലബിൾ ആണ്, സ്പാർക്ക് ഡാറ്റ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഈ സ്പാർക്കിന്റെ ടിക്ക് മുകളിൽ വരുന്നത്. ഓക്കെ, നമുക്കിത് ഒരു ജീവനക്കാരൻ മാറിക്കഴിഞ്ഞാൽ, വേറെ സ്ഥാപനത്തേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൽ മാറ്റാം. അപ്പോൾ നമുക്കിതിൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി ആണെങ്കിൽ, ഈ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യില്ല, ഡിപ്പാർട്ട്മെന്റ് ശരിയാണ്. ഇനി സ്ഥാപനം മാറിയെങ്കിൽ, ഇതിൽ ഏത് സ്ഥാപനമാണെങ്കിൽ ജസ്റ്റ് ഈ സ്ഥാപനത്തിന്റെ പേരിവിടെ കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തേക്ക് ആ ജീവനക്കാരൻ മാറിപ്പോകും. അപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത സ്ഥാപനം നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ നമ്മൾ മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനം, നമ്മളിപ്പോൾ വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി, അപ്പോൾ അതിൻ്റെ ഡാറ്റ ഇപ്പോൾ നമ്മുടെ പുതിയ സ്കൂളിലില്ലെങ്കിൽ നമ്മുടെ പഴയ സ്കൂളിൽ നിന്നാണ് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പഴയ സ്കൂളിൽ നമുക്കത് എംപ്ലോയിനെ സെലക്ട് ചെയ്ത് സ്ഥാപനം ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മാറ്റി കൊടുക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മാറ്റാം. അതായത് ജനറൽ എഡ്യൂക്കേഷൻ, ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിക്ക് പ്രൊമോഷൻ അവിടെ ജനറൽ എഡ്യൂക്കേഷൻ ആയിരിക്കും. ആ ജനറൽ എഡ്യൂക്കേഷനിൽ നിന്ന് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് വരുന്നുണ്ട്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുക, ആ സ്കൂളിന്റെ പേര് കൊടുക്കുക, സേവ് കൊടുക്കുക. അപ്പോൾ പുതിയ സ്കൂളിന്റെ ലോഗിനിൽ വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിലറിയാം അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ അപ്ഡേഷൻ, കാറ്റഗറി അപ്ഡേഷൻ ചെയ്യുന്നത് കാറ്റഗറി ഇൻഫോ ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റസ് എല്ലാവരും വെരിഫൈ ചെയ്ത് DDO 15/9 മുമ്പ് ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും
സ്വാഗതം. നമുക്ക് മെഡിസിപ്പിൻ്റെ പുതിയ പോളിസി 2 മാസത്തിനുള്ളിൽ ആരംഭിക്കും. അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ ഡാറ്റ എല്ലാം വെരിഫൈ ചെയ്യാൻ പറഞ്ഞൊരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. 23/8/2025 ഇറങ്ങിയ സർക്കുലറാണ്. ജീവനക്കാരുടെയും 2ാം ഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡാറ്റയിൽ ആവശ്യമായ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കൽ, ഒഴിവാക്കലുകൾ എന്നിവ വരുത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ സർക്കുലർ വന്നിട്ടുണ്ട്. നമുക്ക് ഡാറ്റകൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ്. ഇപ്പോൾ ഡാറ്റ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ നമ്മുടെ മെഡിസപ്പ് ID കാർഡിലേക്ക് ആ ഡാറ്റ കൃത്യമായിട്ട് വരും. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോരായ്മകൾ ഉണ്ടായിരുന്നു. മുൻഘട്ടത്തിൽ കൃത്യത കുറവാണ്, ഡാറ്റയുടെ കൃത്യത കുറവാണ് പ്രധാന കാരണം. അടുത്ത ഘട്ടത്തിൽ ഇത് ഒഴിവാക്കാനായി പെൻഷൻകാർ, നോഡൽ ഓഫീസർമാർ നിർദ്ദേശം കൃത്യമായി പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാർക്കുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. പോളിസി വർഷാരംഭം സർക്കാർ കൈമാറുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ID കാർഡ് ലഭ്യമാക്കുന്നത്. അതായത് നമ്മുടെ പോളിസി തുടങ്ങുന്ന ഒക്ടോബർ മാസമായിരിക്കും പോളിസി തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവർക്ക് ഡാറ്റ കൊടുക്കും. ആ ഡാറ്റ അനുസരിച്ചാണ് ID കാർഡ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ID കാർഡിലെ എല്ലാ ആശ്രിതരുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ജനനതീയതി, ആധാർ കാർഡ് നമ്പർ എന്നിവ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താനായിട്ട് DDOയ്ക്കേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മെഡിസിപ്പ് ഗുണഭോക്താക്കളും മെഡിസിപ്പ് കേരള ഡോട്ട് എന്ന സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസിൽ നമ്മുടെ എംപ്ലോയി പെൻ നമ്പറോ PPO നമ്പർ പെൻഷൻകാർക്ക് അതെല്ലാം കൊടുത്ത് ജനനതീയതി കൊടുത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്താൽ നമ്മുടെ ഡാറ്റ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. ഇത് ഓരോ എംപ്ലോയിയുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ഡാറ്റ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഇനി അത് നമ്മൾ ചെക്ക് ചെയ്തു ഡാറ്റ വെരിഫൈ ചെയ്യാൻ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ, ആശ്രിതരുടെയും വ്യക്തിഗത വിവരങ്ങളിൽ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ നീക്കം ചെയ്യണം. നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഇതിൽ നിന്ന് ഒഴിവാക്കാനുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. പുതിയ ആശ്രിതരെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അപേക്ഷകൾ ജീവനക്കാർ DDOമാർക്ക് 10/9/2025 അതായത് സെപ്റ്റംബർ മാസം 10-ാം തീയതിക്ക് മുമ്പ് നിർബന്ധമായും ഓരോ ജീവനക്കാരനും ഈ മെഡിസിപ്പിൽ സ്റ്റാറ്റസ് വെരിഫൈ ചെയ്ത് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ ഒഴിവാക്കാനുണ്ടെങ്കിലോ കറക്ഷൻ ഉണ്ടെങ്കിലോ 10/9 മുമ്പ് ജീവനക്കാർ DDOയ്ക്കും പെൻഷൻകാർ ട്രഷറി ഓഫീസർക്കും സമർപ്പിക്കേണ്ടതാണ്. ആ സമയപരിധിക്ക് ശേഷം വരുന്ന തിരുത്തലുകൾ മെഡിസിപ്പ് ID കാർഡിൽ വരില്ല. നമ്മുടെ ID കാർഡ് വരുമ്പോൾ പിന്നെ ആ ഡാറ്റ കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് 10/9 മുമ്പ് DDOയ്ക്ക് ഇത് സമർപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഡാറ്റ നൽകി കഴിഞ്ഞാൽ തെറ്റുകൾ തിരുത്തുന്നതിനോ ആശ്രിതനെ പുതുതായി ചേർക്കുന്നതിനോ സാധിക്കുന്നില്ല. 2 കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. പുതുതായി വിവാഹം കഴിയുന്നവർ, നവജാത ശിശുക്കൾ, അവരൊഴികെ മറ്റാരെയും നമുക്ക് ഈ 10-ാം തീയതിക്ക് ശേഷം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒഴിവാക്കാനും ആഡ് ചെയ്യാനും ഉണ്ടെങ്കിൽ 10-ാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മൾ കൊടുക്കണം. ഇതിൽ പറഞ്ഞ നവജാത ശിശുക്കളെ ജനിച്ച് 90 ദിവസത്തിനുള്ളിലും പുതുതായി വിവാഹം കഴിയുന്ന പങ്കാളിയുടെ പേര് വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലും മെഡിസിപ്പ് പോർട്ടലിലെ ആശ്രിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. കുട്ടികളെ ജനിച്ച് 90 ദിവസത്തിനുള്ളിലും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പങ്കാളിയെ 1 മാസത്തിനുള്ളിലും ആശ്രിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് DDOയ്ക്ക് അപേക്ഷ കൊടുക്കണം. ഈ തിരുത്തലുകൾ വരുത്തി DDO പ്രൊഫൈൽ അപ്ഡേറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ആ പൂർത്തിയായതിനു ശേഷം ഇതിൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം. മെഡിസിപ്പിൻ്റെ നമ്മുടെ ഡാറ്റ കിട്ടുമ്പോൾ ഒത്തു നോക്കണം. ഇത്രയും കാര്യം കൃത്യമായിട്ട് ചെയ്യണം. ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി DDOമാർക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജീവനക്കാർ ഇങ്ങനെ നമുക്ക് ഈ വിവരങ്ങളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഡബിൾ എൻട്രി വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ആധാറിൻ്റെ കൃത്യത പരിശോധിക്കണം. ഒഴിവാക്കേണ്ടവരെ നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കണം. അർഹതപ്പെട്ടവരെ നമ്മളത് ഉൾപ്പെടുത്തുകയും വേണം. 10/9 ലഭിക്കുന്ന അപേക്ഷകൾ 15-ാം തീയതിക്കുള്ളിൽ DDO അല്ലെങ്കിൽ ട്രഷറി ഓഫീസർമാർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ജീവനക്കാർക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി 10/9 DDO ട്രഷറി ഓഫീസർ, അതായത് ജീവനക്കാരുടെ DDO അപ്ഡേറ്റ് ചെയ്യേണ്ടത് 15/9 പെൻഷൻകാരുടെ ട്രഷറി ഓഫീസർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് 15/9. ഈ ഡേറ്റ് എല്ലാവരും ഓർത്തിരിക്കുക. ഓണത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു സർക്കുലറും ഇതിലുള്ള നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. DDOമാർക്കുള്ള അധിക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ആശ്രിതയെ ഒന്നിലധികം മെഡിസിപ്പ് കാർഡുകൾ ഉൾപ്പെടുത്താൻ പാടില്ല. ഒരു ജീവനക്കാരനെ ഒരു മെഡിസിപ്പ് ID മാത്രമേ പാടുള്ളൂ. കൃത്യമായിട്ടുള്ള ഈ സർക്കുലർ എല്ലാവരും വായിച്ചു നോക്കുക. ഈ സർക്കുലർ വായിച്ചു നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് അവരുടെ വിവരങ്ങൾ വെരിഫൈ ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം.
റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യണം. പെൻഷൻ ആയവരെ പെൻഷൻ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് DDOമാർ സ്ഥാപനങ്ങളിൽ നിന്ന് വേറെ സ്ഥാപനങ്ങളിലേക്ക് പോയാൽ ആ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ ലോഗിനിൽ നിന്ന് അവരെ നിർബന്ധമായും നമ്മൾ ഈ ഡേറ്റിനുള്ളിൽ മാറ്റണം. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ ID കാർഡ് വരുമ്പോൾ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പലരും ഈ ഒരു DDOമാർ ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവനക്കാർ ട്രാൻസ്ഫർ ആകുമ്പോഴോ റിട്ടയർ ആകുമ്പോഴോ മെഡിസിപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ വളരെ മിസ്സിങ് വരും. നമ്മൾ അടച്ച തുകയും ഇതിൽ വന്ന തുകയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അക്കൗണ്ടിങ്ങിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ലൈവായിട്ട് നമ്മുടെ ഓഫീസിലുള്ളവരുടെ പേര് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർക്കാരോ ഇൻഷുറൻസ് കമ്പനിയോ ആശുപത്രിയോ ഉത്തരവാദിയല്ല. DDO മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുണഭോക്താവിന് ആനുകൂല്യം ലഭ്യമാകാതെ വന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കും. അതുപോലെ തന്നെ മെഡിസിപ്പ് പ്രീമിയം തുക പ്രതിദിന ശമ്പളം നിന്ന് ഈടാക്കുന്ന പ്രീമിയം വിവരങ്ങൾ പ്രൊഫൈലിലെ പേയ്മെന്റ് ഹിസ്റ്ററിയിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും ഗുണഭോക്താവ് ഉറപ്പുവരുത്തും. നമുക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ട് ചെയ്ത് പോയത് അറിയാനായിട്ട് സാധിക്കും. നമുക്കിത് ഈ സർക്കാർ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ്. ഈ ഓണത്തിന്റെ സമയത്ത് ഈ ഒരു തിരക്കിനുള്ളിൽ ആരും വിട്ടുപോകരുത്. അത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മെഡിക്കൽ സൈറ്റിൽ ചെയ്യുക എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മെഡിസിപ്പിന്റെ സൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലെ നോഡൽ ഓഫീസർ DDO പ്ലീസ് കംപ്ലീറ്റ് സ്പാർക്ക് വെരിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ് ഇമ്മീഡിയറ്റ്ലി. അത് പലരും നമുക്ക് ഇത് മെഡിസിപ്പിന്റെ ഡാറ്റ സ്പാർക്കിൽ ഒരു വെരിഫിക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ മെനുവിൽ സ്പാർക്കിൽ വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് പൂർത്തിയാകാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കുന്നതിന് ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കിതിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. നമ്മുടെ സർക്കുലറിൽ ഈ ഒരു സർക്കുലർ 64/25 64/2025 പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റസ് വെരിഫൈ ചെയ്യാനാണ്. നമുക്ക് എങ്ങനെയാണ് ഈ മെഡിസിപ്പിൽ സ്റ്റാറ്റസ് വെരിഫൈ ചെയ്ത് നോക്കാം. നമ്മളിതിൽ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി എംപ്ലോയി, റിട്ടയർമെന്റ് ചെയ്ത ആളാണെങ്കിൽ പെൻഷനർ, ജീവനക്കാരനാണെങ്കിൽ എംപ്ലോയി സെലക്ട് ചെയ്യുക. പെൻ നമ്പറോ എംപ്ലോയി IDയോ കൊടുക്കുക. നമുക്ക് എംപ്ലോയി ID ഉണ്ട്, പെൻ നമ്പർ, നമ്മൾ പെൻ നമ്പർ കൊടുക്കണം. പെൻഷൻകാരാണെങ്കിൽ PPO നമ്പർ കൊടുത്താൽ മതി. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുക ആ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക. അത് എല്ലാ ജീവനക്കാരും, കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ജീവനക്കാരും നിർബന്ധമായും ചെയ്യേണ്ട ഒരു ഇതാണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ മെഡിസിപ്പൽ പ്രീമിയം അടയ്ക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഈ 10-ാം തീയതിക്ക് മുമ്പ് ഈ ഒരു സംവിധാനം വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്യാപ്ച കൊടുക്കുക. ക്യാപ്ച കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് OTP, നമ്മുടെ മൊബൈൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നമ്മൾ OTP ജനറേറ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ്. മൊബൈലിലേക്ക് OTP വരും. ആ OTP വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വെരിഫിക്കേഷൻ്റെ നമ്മുടെ പേജിലേക്ക് വരുള്ളൂ. ആദ്യം നമ്മൾ കൊടുക്കണം, കാറ്റഗറി കൊടുക്കണം, പെൻ നമ്പർ കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. ജനറേറ്റ് OTP കൊടുക്കണം. നമ്മുടെ മൊബൈലിലേക്ക് OTP അയച്ചതായിട്ടുള്ള മെസ്സേജ് വന്നു. നമ്മുടെ മൊബൈലിൽ SMS വന്നിട്ടുണ്ടാവും. നമ്മൾ SMS വന്ന OTP നമ്പർ ഇവിടെ കൊടുക്കുക. ദെൻ നമുക്ക് സെർച്ച് കൊടുക്കണ്ടേ. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് വന്നു. സ്പാർക്ക് വെരിഫൈഡ് ആണ്. പേര് ഡീറ്റെയിൽസ് എല്ലാം വന്നു. നമ്മുടെ പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്കൂൾ, ഓഫീസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ ഓഫീസ് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഓഫീസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. സ്റ്റാറ്റസ് ലൈവ് ആണെന്ന് നോക്കുക. നമ്മുടെ ഇതിൻ്റെ സ്റ്റാറ്റസ് ലൈവ് ആയിരിക്കണം. ലൈവ് ആണെന്ന് നോക്കുക. വെരിഫൈഡ് ആണ്. പിന്നെ ഡിപ്പെൻഡൻ്റ് ഡീറ്റെയിൽസ് നമുക്ക് വരും. അതുപോലെ ഡിപ്പെൻഡൻ്റ് പേര്, ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, കാര്യങ്ങളെല്ലാം ഇതിൽ കൃത്യമായിട്ട് വരും. ഇവിടെ ഇതിൻ്റെ അൺഎംപ്ലോയിഡ് അൺമാരീഡ് ഡോട്ടർ ബിലോ 25 ആ ഒരു കാറ്റഗറി, ഏതൊക്കെ കാറ്റഗറി എന്ന് കൃത്യമായിട്ട് റിലേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നോൺ പെൻഷനർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലെയിം, ഏതെങ്കിലും ക്ലെയിം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. പ്രീമിയം പേയ്മെൻറ്റ്,
പേയ്മെന്റ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ജൂൺ മാസം വരെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രീമിയം അപ്ഡേറ്റ് ചെയ്ത് ഇത്രയും വിവരങ്ങൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മെഡ് കാർഡ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഈ ഒരു വിവരങ്ങളിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് DDOനെ അറിയിക്കണം. ഏതെങ്കിലും ഡിപ്പെൻഡൻറ്റിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റിനെ ഒഴിവാക്കാനോ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിലോ ഒക്കെ നമ്മളിതിൽ ഒഴിവാക്കാൻ വേണ്ടി DDOയ്ക്ക് അപേക്ഷ, നമുക്ക് തിരുത്താൻ പറ്റില്ല, അത് DDOയ്ക്കാണ് തിരുത്താൻ പറ്റുക. അത് 10-ാം തീയതിക്ക് മുമ്പ് DDOയ്ക്ക് അപേക്ഷ കൊടുക്കുകയും 15-ാം തീയതിക്ക് മുമ്പ് DDO ആ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ജീവനക്കാരും, എല്ലാ ഗവൺമെന്റ് ഈ മെഡിസിപ്പിൽ പ്രീമിയം അടയ്ക്കുന്ന എല്ലാ ജീവനക്കാരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രത്യേകം നമ്മുടെ ഓഫീസൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഓഫീസ് കറന്റ് ഓഫീസ് തന്നെയാണോ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസ് തന്നെയാണോ, നമ്മുടെ സ്റ്റാറ്റസ് ലൈവ് ആണോ എന്നെല്ലാം ശ്രദ്ധിക്കുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ തിരുത്താനുള്ള അവസരമാണ്. പിന്നീട് ഒരു അവസരം ഉണ്ടായിരിക്കില്ല, 10-ാം തീയതിക്ക് ശേഷം അവസരം ഉണ്ടായിരിക്കില്ല. ഇത്രയാണ് എല്ലാ ജീവനക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ജീവനക്കാർ എന്ന അപേക്ഷ നമുക്ക് ലോഗിൻ ചെയ്തിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുക. അതായത് DDO അല്ലെങ്കിൽ ട്രഷറി ഓഫീസർ ചെയ്യേണ്ടത് ഈ ഒരു ലോഗിൻ മെത്തേഡാണ്. ലോഗിനിലാണ് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ്, കോർപ്പറേഷൻ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യാം. നമുക്ക് ലോഗിൻ ആവുമ്പോൾ നമ്മൾ DDOയ്ക്കുള്ള നിർദ്ദേശം ഇവിടെ കാണിക്കും. കാറ്റഗറി പേയ്മെന്റ് പ്ലാറ്റ്ഫോമിൽ സ്ട്രിക്ട്ലി സ്റ്റാർട്ടിങ് ജൂലൈ 2022 മുതൽ നമുക്ക് പ്രീമിയം ഡീറ്റെയിൽസ് ജൂൺ വരെയുള്ളത് അപ്ഡേറ്റ് ആണ്. കാറ്റഗറി കൺഫേം നമ്മൾ ചെയ്യണം. നമ്മളിതിൽ ജീവനക്കാരുടെ ട്രാൻസ്ഫർ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കോ ഒരു സ്ഥാപനത്തിൽ നിന്ന് വേറെ സ്ഥാപനത്തിലേക്കോ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വ്യൂ എംപ്ലോയീസ് എടുത്ത് ഓരോ എംപ്ലോയിനെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഓഫീസ് സെലക്ട് ചെയ്യാം. നമ്മുടെ സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യാം. നമ്മുടെ സ്ഥാപനം സെലക്ട് ചെയ്തു. നമ്മുടെ വെരിഫൈഡ് റിജക്റ്റഡ് ലിസ്റ്റ് ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ ഏതെങ്കിലും ജീവനക്കാർ നമുക്ക് ഈ ഒരു ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. നമുക്കിവിടെ എഡിറ്റ് ഉണ്ട്. താഴെ നമുക്ക് ജൂൺ വരെയുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട്. ഇവിടെ 3-4 ഐക്കൺ ഉണ്ട്. അവൈലബിൾ വിത്ത് സ്പാർക്ക് ഡാറ്റ, എലിജിബിൾ, ഇതെല്ലാം ഒരു ക്ലിക്ക് നമുക്ക് കാണാം. നമ്മൾ സ്പാർക്ക് അവൈലബിൾ ആണ്, സ്പാർക്ക് ഡാറ്റ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഈ സ്പാർക്കിന്റെ ടിക്ക് മോഡിൽ വരുന്നത്. ഓക്കെ, നമുക്കിത് ഒരു ജീവനക്കാരൻ മാറിക്കഴിഞ്ഞാൽ, വേറെ സ്ഥാപനത്തേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൽ മാറ്റാം. അപ്പോൾ നമുക്കിതിൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി ആണെങ്കിൽ, ഈ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യില്ല, ഡിപ്പാർട്ട്മെന്റ് ശരിയാണ്. ഇനി സ്ഥാപനം മാറിയെങ്കിൽ, ഇതിൽ ഏത് സ്ഥാപനമാണെങ്കിൽ ജസ്റ്റ് ഈ സ്ഥാപനത്തിന്റെ പേരിവിടെ കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തേക്ക് ആ ജീവനക്കാരൻ മാറിപ്പോകും. അപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത സ്ഥാപനം നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ നമ്മൾ മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനം, നമ്മളിപ്പോൾ വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി, അപ്പോൾ അതിൻ്റെ ഡാറ്റ ഇപ്പോൾ നമ്മുടെ പുതിയ സ്കൂളിൽ ഇല്ലെങ്കിൽ നമ്മുടെ പഴയ സ്കൂളിൽ നിന്നാണ് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പഴയ സ്കൂളിൽ നമുക്കത് എംപ്ലോയിനെ സെലക്ട് ചെയ്ത് സ്ഥാപനം ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മാറ്റി കൊടുക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മാറ്റാം. അതായത് ജനറൽ എഡ്യൂക്കേഷൻ, ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിക്ക് പ്രൊമോഷൻ അവിടെ ജനറൽ എഡ്യൂക്കേഷൻ ആയിരിക്കും. ആ ജനറൽ എഡ്യൂക്കേഷനിൽ നിന്ന് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് വരുന്നുണ്ട്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുക, ആ സ്കൂളിന്റെ പേര് കൊടുക്കുക, സേവ് കൊടുക്കുക. അപ്പോൾ പുതിയ സ്കൂളിന്റെ ലോഗിനിൽ വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിലറിയാം അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ അപ്ഡേഷൻ, കാറ്റഗറി അപ്ഡേഷൻ ചെയ്യുന്നത് കാറ്റഗറി ഇൻഫോ ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റസ് എല്ലാവരും വെരിഫൈ ചെയ്ത് DDO 15/9 മുമ്പ് ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.